നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുൻപൊക്കെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത നേതാക്കളെ വെട്ടിനിരത്തുന്ന ഒരു ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ അടങ്ങിയ ഔദ്യോഗിക റിപ്പോർട്ട് തന്നെ വെട്ടിനിരത്തുന്ന വിചിത്രമായ സംഭവ വികാസങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി നേരിട്ടതിന് പിന്നാലെ പാർട്ടിയിൽ അടിയന്തരമായി നേതൃമാറ്റം വേണമെന്ന കീഴ്ഘടകങ്ങളുടെയും അണികളുടെയും ശക്തമായ ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂഴ്ത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിരായി അണികൾ ഉന്നയിച്ച അതീവ ഗുരുതരമായ വിമർശനങ്ങളെല്ലാം റിപ്പോർട്ടിൽ നിന്നും ഈ രണ്ട് നേതാക്കളും ചേർന്ന് വെട്ടിമാറ്റി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തങ്ങളുടെ വ്യക്തിപരവും നയപരവുമായ വീഴ്ചകളെല്ലാം മയപ്പെടുത്തി സ്വയം വെള്ളപൂശി തയ്യാറാക്കിയ ഒരു വ്യാജ റിപ്പോർട്ടുമായാണ് ഇവർ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നത്. എന്നാൽ കസേര സംരക്ഷിക്കാൻ വേണ്ടി പിണറായിയും ഗോവിന്ദൻ മാഷും കളിച്ച ഈ ഒരു കള്ളക്കളി സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ കയ്യോടെ പിടികൂടി മുഖത്ത് നോക്കി അടിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ ഈ കള്ള റിപ്പോർട്ട് കണ്ടപ്പോൾ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. നിലവിലുള്ള ഈ റിപ്പോർട്ടുമായി കീഴ്ഘടകങ്ങളിലേക്ക് ചെന്നാൽ അണികൾ തങ്ങളെ തല്ലും, ഇതിന് കൃത്യമായ തിരുത്ത് വേണമെന്ന് അംഗങ്ങൾ നേതൃത്വത്തോട് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം കേവലം ജാതി സമവാക്യങ്ങളും SIR-ഉമാണെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കേണ്ടതില്ലെന്ന് സമിതിയിൽ രൂക്ഷമായ വിമർശനമുയർന്നു. യാഥാർത്ഥ്യം എന്താണെന്ന് ഈ ഉന്നത നേതൃത്വം ആദ്യം മനസ്സിലാക്കണമെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു. ആഗോള അയ്യപ്പ സംഗമം കാരണം വലിയ തോതിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ സമയത്തിന് തള്ളിപ്പറയാത്തത് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും പാർട്ടി അംഗങ്ങൾ പിണറായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. കണ്ണൂരിലെ പാർട്ടിയുടെ സ്വന്തം കോട്ടയായ തളിപ്പറമ്പിൽ പോലും തിരിച്ചടി ഉണ്ടായത് സ്ഥാനാർത്ഥി നിർണയം പാളിയതുകൊണ്ടാണെന്നും പ്രായോഗിക തിരുത്തൽ വേണമെന്നും കടുത്ത ചർച്ചകൾ ഉയർന്നു വന്നു. എന്നാൽ തളിപ്പറമ്പിലെ ഈ നാണംകെട്ട തോൽവിയെക്കുറിച്ച് റിപ്പോർട്ടിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നത് കണ്ണൂരിലെ പാർട്ടിയെ തകർത്ത പിണറായിയെ ഭയന്നിട്ട് മാത്രമാണ്. എന്നിട്ടും ഈ രണ്ട് നേതാക്കളുടെയും അഹങ്കാരം കണ്ടില്ലേ? കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമേ ഉണ്ടായിട്ടില്ലെന്ന് ഇപ്പോഴും ഇവർ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. UDF-ഉം കോൺഗ്രസും നടത്തിയ പ്രചാരണങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് വോട്ട് നഷ്ടപ്പെട്ടതത്രേ. ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണോ പിണറായി വിജയൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അഴിമതിയും മാസപ്പടിയും ദുർഭരണവും കണ്ട് മടുത്തിട്ടാണ് ജനങ്ങൾ ഈ പാർട്ടിയെ ചവിട്ടി പുറത്താക്കിയത്. സ്വന്തം തെറ്റ് സമ്മതിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് തിരുത്തലുകൾ വരുത്തേണ്ട പാർട്ടി പ്ലീനം ഇപ്പോൾ ഉടനില്ല എന്ന് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്ലീനം കൂടിയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും MV ഗോവിന്ദനും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും തെറിക്കുമെന്നത് ഉറപ്പാണ്. അതൊഴിവാക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്ന ഒരു വിശാല സംസ്ഥാന സമിതി ഓഗസ്റ്റ് മാസത്തിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ പാർട്ടിയിൽ തൽക്കാലം ഒരു നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന് പിണറായിയും ഗോവിന്ദനും ചേർന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും തെറ്റുതിരുത്താമെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ പതുങ്ങിയിരുന്നു പറഞ്ഞത് വെറും അടവ് നയം മാത്രമാണെന്ന് അണികൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. സ്വന്തം അണികളെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു നേതൃത്വത്തിന് ഇനി കേരളത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമേ അല്ല. തോൽവിയിൽ കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്നും ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലെന്നും റിപ്പോർട്ടിൽ എഴുതി ചേർത്ത് സകല പരാജയങ്ങളുടെയും അച്ചുതണ്ടായ പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ഗോവിന്ദൻ മാഷും കൂട്ടരും ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ പ്ലീനം മാറ്റിവെച്ചാലും ഓഗസ്റ്റിൽ വിശാല സമിതി കൂടിയാലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ പാർട്ടി പൂർണ്ണമായും പുറത്തായി കഴിഞ്ഞു. ജനങ്ങളുടെ ചോദ്യങ്ങൾ വളരെ ലളിതമാണ്. സ്വന്തം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടിലെ വാചകങ്ങൾ പോലും വെട്ടിമാറ്റുന്ന ഈ ഏകാധിപതികളായ നേതാക്കളെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് തിരുത്തലാണ് വരുത്താൻ പോകുന്നത്? UDF-ന്റെയും കോൺഗ്രസിന്റെയും സുതാര്യമായ ജനപക്ഷ രാഷ്ട്രീയത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ഒന്നൊന്നായി തകർന്നടിയുമ്പോൾ സ്വന്തം കസേര സംരക്ഷിക്കാൻ നാടകങ്ങൾ കളിക്കുന്ന പിണറായിയെയും ഗോവിന്ദൻ മാഷിനെയും ജനങ്ങൾ ഇനിയും പുച്ഛിച്ചു തള്ളുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത വമ്പൻ പ്രഹരത്തിന് പിന്നാലെ പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന സ്വന്തം അണികളുടെ ആവശ്യം വരെ വെട്ടിമാറ്റിയ പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും അഹങ്കാരം തികച്ചും പരിഹാസ്യമാണ്. തങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടിൽ നിന്നും വെട്ടിമാറ്റി സ്വയം വിശുദ്ധന്മാരാവാൻ നോക്കിയ ഈ രണ്ട് നേതാക്കളുടെ മുഖംമൂടിയാണ് സ്വന്തം സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ ചീന്തി എറിഞ്ഞിരിക്കുന്നത്. ഈ ചീഞ്ഞ റിപ്പോർട്ടുമായി തങ്ങൾ കീഴ്ഘടകങ്ങളിലേക്ക് പോകില്ലെന്ന് അണികൾ തുറന്നടിച്ചതോടെ പിണറായിയുടെ ഏകാധിപത്യം പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം കസേര രക്ഷിക്കാൻ പാർട്ടി പ്ലീനം വരെ മാറ്റിവെക്കുന്ന ഈ കസാരമോഹികളെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും തള്ളിക്കളയുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.